ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ ചാർട്ട് അനലൈസ് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ എന്തൊക്കെ ചെയ്തു, ഡെയിലി വീക്കിലി അനാലിസിസ് ഇട്ടിരുന്നു. അതിൻ്റെ ആ ഒ ബിയിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ടച്ച് ചെയ്ത് റിജക്ഷൻ ക്യാൻഡിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു $10 മൂവ്മെൻറ്റ്സ് അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം അത് ഫോളോ അപ്പ് ചെയ്യുമെന്ന് ഏകദേശം 2648 വരെ ആണ് അതിൻ്റെ ഒരു ടാർഗറ്റ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് 2600 വരെയായിരുന്നു. പക്ഷേ ചൈനയുടെ ബൈങ് വോളിയം കാരണമാണ് മാർക്കറ്റ് നേരെ താഴോട്ട് വരാൻ പഠിക്കുന്നത്. 2600 വരെ നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ 2641 പുതിയൊരു ഒരു കീ ലെവൽ എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് 2648 എന്നൊരു കീ ലെവലുണ്ട്. അത് നമ്മൾ ടാർഗറ്റ് പ്രതീക്ഷിച്ച് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ അവിടെ നിന്ന് തന്നെയാണ് ഇന്ന് ബൈങ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുക. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ ഗോൾഡിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ കൺസോൾട്ടേഷൻ തന്നെയാണ്. കൺസോൾട്ടേഷൻ ഏകദേശം അതിൻ്റെ ഒന്ന് മോഡൽ ലിക്വിഡിറ്റി ഒന്ന് ഗ്രാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി താഴെ വന്നിട്ട് മുകളിലേക്ക് തന്നെ പോകാനാണ് പ്രോബബിലിറ്റി കാണുന്നത്. നമുക്ക് ഫോർവേഡിലേക്ക് കിട്ടുന്ന ഒന്നുകൂടി ക്ലിയർ ആവും. ഫോർവേഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ ഏകദേശം ഇവിടെ നോക്കുക, നിങ്ങൾ ഇവിടെ ഒരു ചാനലിൻ്റെ ഉള്ളിൽ നിന്നാണ് മാർക്കറ്റ് ഇത് ചെയ്യുന്നത്, മാർക്കറ്റ് നിൽക്കുന്നത്. ചാനൽ ഈ ഒരു ചാനലാണ് മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് പുറത്ത് നിൽക്കുന്നത്. ഈ ഒരു ചാനലാണ്. ഫോർ അവറിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാനലിനുള്ളിൽ നിന്നാണ് മാർക്കറ്റിൻ്റെ കട്ട് ചെയ്ത് പുറത്തേക്ക് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് മുകളിൽ തന്നെ ഒ ബി തട്ടി നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഇവിടെ പറഞ്ഞ ഇവിടെ നമ്മൾ സെല്ല് പ്ലാൻ ചെയ്തിരുന്നത്. അതിന് ആ റിജക്ഷൻ ക്യാൻഡിൽ തട്ടി മാർക്കറ്റ് ഉണ്ടാകുന്നുണ്ട് താഴോട്ടേക്ക് ഒന്ന് റിജക്ഷൻ കാണിച്ചു. പക്ഷേ ഒരു ഇവിടെ നിന്ന് തന്നെ 2650 ഏകദേശം ഒരു 10 പോയിന്റ് 74 to 54 ഏകദേശം ഒരു 10-20 പോയിന്റ് ഡൗൺ മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് റിട്ടേണിൽ പിന്നെ ഇത് റിട്ടേൺ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇനിയൊരു നമുക്ക് നോക്കാം. എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന 2048 വരുന്നതായിരുന്നു. ഞാൻ എന്തായാലും ട്രേഡ് ഏകദേശം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ഒരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്മെൻറ്റ് ഡൗൺ ഇവിടെ നിന്ന് റിട്ടേൺ ഒന്നും കൂടി പോയിട്ടൊന്ന് റിട്ടേൺ വന്ന് 2647-48 നിന്ന് ഒരു ബൈങ്ങിലേക്ക് പോകാനുള്ള പ്രോബിലിറ്റിയാണ് കാണുന്നത്. അത് ഏകദേശം ഒരു 2708 വരെ. കാരണം മാർക്കറ്റ് ഇപ്പോൾ കിടക്കുന്നൊരു ബുള്ളിഷ് മോഡലാണ്. ഇവിടെ വരെ നമ്മൾ എന്താകുന്നത് എക്സ്പെക്ട് ചെയ്യുന്നു. ഒന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്തേട്ടെ. ഇവിടെ വരെ മാർക്കറ്റ് എത്താനുള്ള പ്രോബിലിറ്റിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇവിടെ റിട്ടേൺ ലൈൻ ലിക്വിഡിറ്റി ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം എങ്ങനെയായാലും മാർക്കറ്റിനെ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നിട്ട് 2649 വന്നിട്ട് 2700 ഒരു 50 പോയിന്റ് അപ്പ് സൈഡ് മൂവാണ് ഞാൻ ഈ സ്റ്റാർട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് എന്താക്കാം,
നോക്കാം. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് കാര്യമായ ന്യൂസും ഗോൾഡിനെ ബാധിക്കുന്ന കാര്യമായ ന്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2600 TP 2007. ഇതാണ് ഗോൾഡിൻ്റെ ഏകദേശം ഒരു ലെവൽ ഓഫ് ഇത് പറയുന്നത്. നമുക്കൊരു ഫിബ കൂടി വരച്ച് നോക്കാം എന്താ സ്ഥിതി എന്ന്. ഫിബിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വിങ്ങിൻ്റെ ഏകദേശം എക്സാക്ട് 5-ലാണ് എന്താക്കുന്നത് മാർക്കറ്റ് റിജക്ഷൻ കാണിച്ചിരിക്കുന്നത്. അത് ഫിബ 5-ൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഒന്നുകൂടി താഴോട്ട് ഒന്നുമില്ല മുകളിലായിട്ട് പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒന്നുകൂടി താഴോട്ട് വന്ന് ഒന്ന് മുകളിലായിട്ട് പോയി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഗോൾഡൊരു ബുള്ളിഷ് മോഡലാണ് ഇപ്പോൾ വർക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കി ഇപ്പോൾ എക്സാക്ട് 5-ലാണ് നിൽക്കുന്നത്. കൺഫർമേഷൻ എക്സാക്ട് ആയിട്ടൊരു കൺഫർമേഷൻ എടുത്ത് നമുക്ക് എന്തായാലും ട്രേഡിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ എക്സാക്ട് 5-ലാണ് എന്താക്കുന്നത് 0.6 നിന്നാണ് റിജക്ഷൻ കിട്ടിയിരിക്കുന്നത്. എക്സാക്ട് 5-ൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ പ്രസന്റ് സ്റ്റാറ്റസ്. ഓക്കെ, താങ്ക് യു.